ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് സാധാരണ വരുമ്പോലെ കൃഷിയൊന്നുമല്ല കേട്ടോ, വിളവെടുപ്പ് ഒന്നുമല്ല. ഇന്ന് ഞാൻ നാട്ടിലാണ്, എൻ്റെ വീട്ടിൽ കോഴിക്കോട് മുക്കം കൊടിയത്തൂർ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഒന്ന് കാണാൻ കൊതിയാന്ന് വരുമോ വരെ നമ്മളെ കുടുംബത്തിൽ യൂട്യൂബ് കുടുംബത്തിലെ കുറച്ച് പേര്. എന്തായാലും ഞാൻ കോഴിക്കോടൊക്കെ ഇറങ്ങിയല്ലോ വയനാട്ടിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഞായറാഴ്ച ഒഴിവ് ദിവസവും, അപ്പം എല്ലാം കൊണ്ട് ഒത്തൊരു സമയം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പറഞ്ഞവരുടെ വീടുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പോയി നോക്കട്ടെ ഓരോ വീടുകളിലിട്ടോ. ഞങ്ങൾക്ക് ഒരു വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, കുറച്ച് പഴയ ആൾക്കാരും ഞങ്ങൾക്ക് പരിചയമുണ്ട്, പണ്ട് കുറച്ച് മുമ്പ് പരിചയമുള്ളവരാട്ടോ. അപ്പം എല്ലാ വീടൊക്കെ ഒന്ന് കണ്ടിറങ്ങി. അന്നേരം ഞാൻ വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എൻ്റെ വീട്ടിൽ വയനാട്ടിൽ ഇന്ന് 3 കൂട്ടർ വന്നിട്ടുണ്ട്, മലപ്പുറത്തുനിന്ന്, കുറ്റ്യാടിന്ന്. അപ്പം അവർ നമ്പറൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ, നമ്മളെ മീഡിയ കൊടുത്തിട്ടില്ലല്ലോ. അപ്പം അവരെന്താക്കി, എൻ്റെ വീട്ടിൽ വന്ന് ഗേറ്റ് അടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിൻ്റെ അടുത്ത് നമ്പർ വന്ന് വിളിച്ചു. നോക്കുമ്പോൾ എന്നെ കാണാൻ വന്നതാണ്. ഞാനാണെങ്കിലോ എന്നെ സ്നേഹിക്കുന്നവരെ, എന്നെ ഫാനായിട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരെ വീട്ടിലേക്ക് ഞാൻ പോകാതെ ഇറങ്ങി. ഞാൻ 3-4 വീട്ടിൽ ഇറങ്ങി, എൻ്റെ അടുത്ത് കുറേ കൂട്ടർ വന്ന്. അപ്പം ഞാൻ അവരൊക്കെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വീട് എന്താ പോയി ഞങ്ങളിപ്പോൾ എടത്തിന്നറിയോ, ഏടത്തി സ്ഥലം കൂരാച്ചുണ്ടിലേക്കാ പോകുന്നത്, മേപ്പിട്ടാ പോകുന്നത്. കൂട്ടാലിട. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുക. കുറച്ചും കൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളെ വയനാട് പോലെ തന്നെ കേട്ടോ. അപ്പുറം നോക്കുക ഭയങ്കര മലയൊക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടി അങ്ങ് എത്തണം തോന്നുന്നു. നോക്കട്ടെ, ഇനി നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട മല അപ്പുറം. ഞങ്ങളെ നാട്ടിൽ വിളിച്ചു നോക്കോ നല്ല മഴയാണ്. ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ ഇപ്പം വെയില. അങ്ങനെ ഞങ്ങൾ അവസാനം കൂരാച്ചുണ്ട് അങ്ങാടിയിലെത്തി, പേര് കണ്ട്. ഇനി നോക്കട്ടെ, ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ വയനാടിൻ്റെ അതേപോലെ എനിക്ക് തോന്നുന്നു. മലയും ചെടികളും പച്ചിപ്പും ഒക്കെ അങ്ങനെ തോന്നുന്നു. ഓരോ സ്ഥലത്ത് എന്തോ ഒരു മാങ്ങ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ റോഡ് സൈഡിലൊക്കെ. ഞങ്ങൾ വീട് കണ്ടിട്ടില്ല, ഞങ്ങൾ തപ്പിപ്പോവുക. ഇതവിടൊക്കെ നിറയെ വീടും പൂന്തോട്ടും ഒക്കെ കാണുന്നുണ്ട്. ഒന്ന് ഇതല്ല മനസ്സേ, ഇതല്ല. അവസാനം ഞങ്ങൾ കണ്ട് വീട്ടിലേക്ക് ഇറങ്ങുന്നു. വീട്ടിൽ അങ്ങനെ വീടിൻ്റെ മുമ്പിൽ പടിക്കലെത്തി. അൽഹംദുലില്ലാ കണ്ടുപിടിച്ചു. ഞങ്ങൾ എത്തി. ഇവിടെ എത്തി നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ കേട്ടോ. എൻ്റെ കണ്ണ് പോകുന്നത് അങ്ങോട്ടൊക്കെയാണല്ലോ. നിങ്ങളൊന്ന് നോക്കി നോക്കും. മാവ് എന്തോരം മാങ്ങയാണോ. ഞാനത് നോക്കി നിന്നിട്ടോ. അടിപൊളിയാ. ശരിക്കും നമ്മളെ മുമ്പിൽ 2 മാവുണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാത്തിനും അത് മതി. നമുക്ക് ദിവസം മാങ്ങ കഴിക്കാം, കറിയിലിടാം, അച്ചാറിടാം, പഴുപ്പിക്കാം. നോക്ക് നല്ല അടിപൊളി. ഇനി നമുക്ക് വീടൊക്കെ കാണിച്ചു തരാം. ആളെ അകത്താണുള്ളത്, കാണിച്ചു തരാം. ആ വീട്ടുകാരെ കാണിച്ചു തരട്ടെ. ഇവര് നമ്മളെ യൂട്യൂബ് കുടുംബത്തിലുള്ളവരാണെങ്കിലും വേറെയും ബന്ധമുണ്ട് ഞങ്ങള്. എൻ്റെ മോൻ്റെ കൂടെയാണ് ഇവിടുത്തെ മോൻ പഠിച്ചത്. ഏതെന്നറിയാം, BSc നഴ്സിംഗ് അബൂബക്കർ സിദ്ദീഖ്. ഞങ്ങൾ അബൂന്നാ വിളിക്കല്. ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ ഇവര് ചേർന്ന് കൊല്ലങ്ങൾ ഇപ്പൊ കുറച്ചായില്ലേ. ഇപ്പൊ അബു UK അബു ഇവിടെ അല്ല, ഞങ്ങള് UK. അന്ന് ഞങ്ങൾ PTA മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ബന്ധക്കാരാണ്, ഭയങ്കര ബന്ധക്കാരായിരുന്നു. പിന്നെ കാണുന്നത് ഇത് അബുവിന്റെ ഉപ്പാന്റെ ഉമ്മ അല്ലേ. ഉപ്പാന്റെ ഉമ്മാന്റെ നാട് ഇവിടെ കൂരാച്ചുണ്ടാണെങ്കിൽ ഇവര് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ ഇപ്പല്ല അറിയുന്ന ഇവര് തൊടുപുഴ
ആലപ്പുഴ ഉള്ളവരാണ് എന്നുള്ളത്. അപ്പം എൻ്റെ കുടുംബത്തിലേക്ക് വരെ ഒന്ന് കൊണ്ടുവന്നത് അവർക്ക് വീഡിയോ കാണുന്നവരാണല്ലോ. ഇവിടെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും മാങ്ങ കണ്ടപ്പോൾ ഇനി മാങ്ങ പറിക്കണം, ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാം. ചക്കക്കുരു എന്തായാലും കാറിലുണ്ട്. അപ്പൊ നോക്കി ഇവിടെ മാങ്ങ ഉണ്ടായത് ഇവരൊക്കെ മിടുക്കികളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ വന്ന് മാങ്ങയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാറ് നിറയെ ചക്കയും ചക്കക്കുരുവാ. ഇനി വീട്ടിലെത്തിയിട്ടാ ഞാൻ എടുത്തോളാം. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഒരു കറി വെക്കലുണ്ട്. ഇത് മൂത്തില്ല അല്ലേ? പഴുപ്പിക്കാൻ പറ്റൂല അല്ലേ? ഇത്രയും മാങ്ങ ഞങ്ങൾ പറിച്ചെടുത്തു. ഇതിന് കവറിലാക്കണം. ഇതിൻ്റെ കറയൊക്കെ പോവട്ടെ എന്ന് വിചാരിച്ച് അന്നത്തേക്ക് ഞങ്ങൾ വേറെ വീട്ടിൽ പോവാണ്ട് വേറെ ഒരാൾക്ക് അവിടെയും കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവരെയും കൊണ്ട് പോവുക. ഇവർക്ക് എന്നെ പോലെയാ, 2 ആൺകുട്ടികളാ. മൂത്ത മോനാണ് BSc നഴ്സിംഗ്, ഇപ്പൊ UK ഭാര്യയും BSc നഴ്സിംഗ്. ഇവരെ ഉമ്മാക്ക് പിന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് വ്യത്യാസമുണ്ട്, പെൺകുട്ടികളുണ്ട്. എത്ര പെൺകുട്ടികളായിരുന്നു? 3 പെൺകുട്ടികൾ ഒരാണ്. ആ ആണാണ് അബുവിന്റെ ഉപ്പ. ഒരു മോനില്ലേ? വടക്ക് വേറൊരാളെ വീടാട്ടോതാ. ഇവരെ മോനും ഓമശ്ശേരി ശാന്തിന്ന് പഠിച്ച BSc നഴ്സിംഗ്. ഇപ്പൊ പിന്നെ വിംസ് അല്ല മിംസിലില്ലേ, കോഴിക്കോട് മിംസ്. നമ്മളെ വയനാട് മോളുള്ളത് വയനാട്. 2 വിംസിൽ ഇതാക്കി വെച്ച നോക്ക്. ഇവരെ ഒരു പെങ്ങളല്ലേ ഭയങ്കര എന്നെ കാണണോന്ന് പറഞ്ഞു വയനാട്ട് വരണമെന്ന് പറഞ്ഞ് നിത്യപ്പെടാം. ഇവിടെ ഇല്ലേ? അങ്ങനെ 2 ആളുകൾ പോയിട്ട് പോവാ. ഇവിടെ ഇത് പിന്നെ കണ്ടിട്ടേ ഇല്ല. നഴ്സിംഗ് കഴിഞ്ഞ് പിരിഞ്ഞ് ഇപ്പൊ മക്കൾ 4 ഭാഗത്ത്. ഇവിടെ UK പോയി, ഇവിടെ കോഴിക്കോട്, എന്റെ ദുബായ്. അങ്ങനെ പക്ഷെ നഴ്സിംഗ് പഠിച്ചിട്ട് പെട്ടെന്ന് പണിയും കിട്ടിട്ടു. ആ കൂട്ടത്തിൽ അത് പറയാം. അതെ, അതന്നെ നല്ല കോഴ്സാ തെരഞ്ഞെടുത്തിട്ട്. വീണ്ടും പറയാണ്ട് ഇവരെ കുറിച്ചില്ലേ നമുക്ക്. ഞാൻ ചേർക്കാൻ പോയി, മോനെ ചേർക്കാൻ പോയി. എവിടെ ശാന്തിയില്ല. അപ്പൊ അവിടെ ചേർന്ന് നോക്കുമ്പോ പെൺകുട്ടികൾ മാത്രമേ, ആൺകുട്ടികൾ ചേർന്നില്ല. എന്റെ മോനാണെങ്കിൽ ഒരു ആൺകുട്ടിനെ എങ്ങനെ ചേർക്കാനുള്ള വിഷമിച്ചിരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഒരാൺകുട്ടി കൂടി ചേർന്ന് കഴിഞ്ഞാല് ഞാൻ എന്റെ മോനെ ചേർക്കുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പാട് അബു ഫിറോസും കൂടെ ചേരുന്നത്. അങ്ങനെ 3ാമത് എന്റെ മോനെ ചേർന്നു. ഇപ്പൊ ഇവിടെ 10 ആൺകുട്ടികളെല്ലാം മിടുക്കന്മാരായി പഠിച്ചു, എല്ലാവർക്കും ജോലിയായി. ഇപ്പതാ നിങ്ങള് കണ്ടുമുട്ടി വീട്ടോല്. എന്താ പഠിക്കുന്നേ? മോനെ മോനൊക്കെ പഠിക്കുന്നതല്ലേ പഠിച്ചേ? പെങ്ങള് പഠിച്ചത് എല്ലാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവർ തെരഞ്ഞെടുപ്പ് നല്ല തെരഞ്ഞെടുപ്പ്. കാരണം ജോലി കിട്ടും. പിന്നെ എന്തെങ്കിലും വീട്ടിലെ അസുഖം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യല്ലോ. ഇപ്പൊ ഇവിടുത്തെ ഉമ്മാക്ക് എന്താ അസുഖം വന്നത്? അതുകൊണ്ട് ഇപ്പൊ ഫിറോസ് വന്നിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നതില്. അങ്ങനെയൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ 2ാമത്തെ വീട്ടിലും ഇവരൊക്കെ ഞങ്ങൾ ഭയങ്കര കമ്പനി. ഇപ്പൊ ഫാനായി മാറി. വീഡിയോ കണ്ട് വയനാട്ടിൽ വരണമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല, ഞങ്ങൾ ഇങ്ങോട്ടേക്കാ വന്ന് വീട് കാണാൻ. ഇതിപ്പോ ഫിറോസിന്റെ മോന്റെ പറഞ്ഞല്ലോ, മോന്റെ കൂട്ടുകാരന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ അല്ലെ? ഉപ്പാന്റെ ഉമ്മ പിന്നെ സുഖമല്ലാണ്ട് കിടക്കുകയാണ്, കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ കുറെ കാലമല്ലോ ഒത്തുകൂടി. മക്കളൊക്കെ ഒന്നിച്ചണല്ലോ നഴ്സിംഗ് കഴിഞ്ഞത്. പിന്നെ കണ്ടുമുട്ടുന്നത് ഇന്നാണ്. വീഡിയോ കണ്ട് വരണം. എങ്ങനെ ഒരു ദിവസം മൊബൈൽ അങ്ങ് വന്നതാ ഞാൻ അല്ലേ. ഇങ്ങനെ നോക്കുമ്പോ പിന്നെ ഇവർക്ക് സംശയം നമ്മളാ അനസിന്റെ ഉമ്മ അല്ലേ. അന്ന് തൊട്ട് ദിവസം അല്ലേ, അന്ന് എന്റെ അമ്മ ദുബായിന്ന് വരുന്നതും എല്ലാം കണ്ട് മോനോട് പറയാ അനസ് ദുബായിന്ന് വന്നിട്ടുണ്ട്. ഫാനായി മാറി തന്നെ പറയാ. ഇനി ഞങ്ങൾ വേറൊരു വീട്ടിൽ പോകുക, എന്നെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരാള്. നിങ്ങളെ പെങ്ങളില്ലേ? ആങ്ങളുടെ ഭാര്യ. ഞാൻ വീട്ടിലും കൂടി ഒന്ന് പോയിട്ട് വരട്ടെ.
അങ്ങനെ ഞങ്ങൾ വേറൊരു വീട്ടിൽ എൻ്റെ വീഡിയോ കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ കാണണം തന്നെ ആര് തരാം ഫിറോസിന്റെ ഉമ്മാന്റെ ആങ്ങളുടെ ഭാര്യ. ഇതാണ് ഇവരെ വീഡിയോ. അപ്പൊ അടുത്തെന്റെ വീഡിയോ എന്നെ കൊണ്ടുവന്നതാ കാണാൻ. ഇവർക്ക് എന്നെ വീഡിയോ വീഡിയോ ഇങ്ങോട്ട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലും എത്തി. അങ്ങനെ എല്ലാവരും ഈ മാസം അവധി മാസങ്ങളാണല്ലോ, ഏപ്രിൽ മെയ്. അപ്പോൾ വയനാട് കാണാൻ വരുമ്പോൾ ഇന്ന് തന്നെ 3-4 കൂട്ടർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ക്യാമറ നോക്കിയിട്ട് കണ്ടുപിടിച്ച്. അപ്പം ഞാൻ എന്താക്കുന്നത്, തിരിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നവരെ വീട്ടിലേക്ക് ഞാൻ കയറി ഇറങ്ങുക. അങ്ങനെ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ എത്തി. ഇവര് ഒരു ചെടി പ്രേമിയാ. ഇതാ ഇവിടെ ഒക്കെ ചെടികളാ. വൈകുന്നേരം നനച്ചതാ. ഇതാ നോക്കി, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ചെടി ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്നെ ഇഷ്ടപ്പെടുക, കാരണം എൻ്റെ ഫുൾ ചെടികളാണല്ലോ. ഇതാ എന്തെല്ലാം കുറഞ്ഞ സ്ഥലമാണ് ഉള്ളത്, എല്ലാം പിടിപ്പിച്ചില്ലേ. ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനലാണ്. ഞാൻ ഇതിന്റെ പൊട്ടി ചോദിക്കണം വിചാരിച്ചു നിന്ന് നോക്കുമ്പോ അത് ഒറിജിനൽ അല്ലാന്ന്. നല്ല രസമുണ്ട് അല്ലേ, നിറച്ച് പൂക്കൾ. അവിടെയും വെച്ചിണില്ലേ. നല്ല ഭംഗിയുണ്ട് അങ്ങനെ തൂക്കിയിട്ടാല്. എൻ്റെ ഒരു ദിവസം വയനാട്ടിലൊക്കെ വരും. വയനാട് കാണാൻ വരാത്തവരാരും ഇല്ല. പേരെന്ത്? അങ്ങനെ ഞങ്ങള് വീടുകളിലൊക്കെ സന്ദർശിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കലും എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് കയറുക. കൂരാച്ചുണ്ട് അങ്ങാടി തന്നെ ഉള്ളത്. ഇപ്പൊ രാത്രിയാവും വീട്ടിലെത്താൻ. കുറ്റ്യാടി വഴിയാ പോണേ. ഇവിടം വരെ കൂരാച്ചുണ്ട് എത്തി. ഞങ്ങൾക്ക് ഇനി മാനന്തവാടി ഭാഗത്തേക്ക് പോകാൻ ഏറ്റവും നല്ലത് കുറ്റ്യാടി വഴിയാണ്. താമരശ്ശേരി ചുരമൊക്കെ ഒഴിവാക്കി അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യവും ഉണ്ടാവും. ഇതാണ് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കൂരാച്ചുണ്ടെന്ന് ഇതാ മെല്ലെ മെല്ലെ നീങ്ങുന്നു. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് എന്തോ ഉണ്ട് തോന്നുന്നു. അതാ ഞെരങ്ങിയ പോണേ. ഞങ്ങളിങ്ങനെ കടന്നു പോകുന്ന കുറ്റ്യാടിയിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന വഴി എവിടെയെന്നറിയോ? കക്കയം ഡാം. ഒന്ന് കേറി ഇറങ്ങിയാലോ എന്നാല്. കക്കയം ഡാമാണ് പോലും. ഞാൻ കണ്ടിട്ടില്ല, നോക്കട്ടെ. ഡാം അതേ ഉള്ളൂ, അത് കാണാൻ മാത്രല്ല. ഭയങ്കര വെള്ളം അല്ലേ. ഏതായാലും കക്കയം ഡാമാണ്. അവിടെയൊക്കെ പച്ചക്കറി നട്ടുകണല്ലോ സൈഡിലൊക്കെ അല്ലേ. ഇപ്പം വേനലാണല്ലോ, നനയ്ക്കും ചെയ്യാം ഡാമിന്ന് വെള്ളം എടുത്തിട്ട്. ഇതാ കുറച്ച് ഇപ്പുറത്തുണ്ട്. ഇതാ ഇങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിലൊക്കെ പോയതും എല്ലാം ഞങ്ങൾ കാണിച്ചു തന്നല്ലോ എല്ലാവരും. അങ്ങനെ ഞാൻ ഒഴിവുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പോകും കേട്ടോ. എനിക്കിഷ്ടം. എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, എനിക്ക് അഡ്രസ്സൊക്കെ തന്നാൽ മതി. എന്നാൽ പിന്നെ ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാമല്ലോ. എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ കാണണമെന്ന് വല്ലാണ്ട് ആഗ്രഹിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ വീട്ടിലേക്ക് പോവും. ഞാനിപ്പോൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പറയും, ഓ എൻ്റെ മുമ്പിലൂടെ പോയില്ലേ. അവരെ അഡ്രസ്സൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാണാത്തത്. എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഞാൻ പോയതൊക്കെ ഇപ്പം അങ്ങ് കാണിച്ചു തന്നല്ലോ. അവരെ വീടും കുറച്ചൊക്കെ കൃഷിയുള്ള അതോ. ഇത് നോക്കി നോക്കി ഇതെന്താണെന്നുള്ളത്. ഇത് കക്കയം ഡാം അപ്പുറമുള്ളല്ലേ. എന്താ നോക്ക്, വെള്ളം കെട്ടി നിൽക്കുന്നേ. എന്താ കക്കയം ഡാം. കക്കയെന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് എന്തല്ലോ ചരിത്ര കഥകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ട്. കക്കയം കേട്ടിട്ടില്ലേ? അതാണ് ഇത്. ഞാനും ഇത് ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കാണിക്കും. കുറച്ച് വെളിച്ചം കുറവുള്ള പോലെ. ഞങ്ങൾ കക്കയം വഴി ഡാം വഴി ഞങ്ങൾ കുറ്റ്യാടിക്ക് പോകുന്നത്. ആ പോകുന്ന വഴിയിലുള്ള തിക്ക് ഫോറസ്റ്റ് എന്ന് പറയില്ലേ, ഭയങ്കര ഫോറസ്റ്റ് കേട്ടോ. നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നല്ലൊരു തണുപ്പ്, രാത്രിയിൽ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു സുഖമുള്ളൊരു അനുഭവം. പക്ഷേ ഇവിടെ ആനയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്നും ആൾക്കാരൊന്നും കാണുന്നുമില്ല അല്ലേ. നമ്മൾ വയനാട്ടുകാർക്ക് പിന്നെ കടുവ, ആന എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പേടിയൊക്കെ മാറി. ഇവിടെ വന്ന് നോക്കുമ്പോഴും കാണും. ഞങ്ങളിങ്ങനെ ഷോർട്ട് പിടിച്ച് ഇങ്ങനെ കുറ്റ്യാടിയിലേക്കാണ് വന്നതും കൂടിയിട്ട്. നമ്മൾക്ക് വയനാട്ടിലാണല്ലോ പോവേണ്ടത്. പക്ഷെ കുറ്റ്യാടി ടച്ച് ചെയ്യാണ്ട പോരാ. നല്ല അടിപൊളി റോഡും. ഇതാ നല്ല അടിപൊളി റോഡും. മാപ്പ് ഇട്ടിട്ട് നല്ല റോഡൊക്കെ തന്നെ കാണിച്ചു തന്നത്. ഷോർട്ടും
രാത്രി എന്ത് ഭംഗിയാ റോഡ് കാണാൻ. നമ്മളെ LED ലൈറ്റ് ഈ റോട്ടുമേൽ പച്ച പോലെ ഉണ്ട്. അത്രക്കൊരു ഭംഗി. പല കളറുള്ള ചുവപ്പ്, മഞ്ഞ. അങ്ങനെ ഞങ്ങള് മാനന്തവാടി, വയനാട് മാനന്തവാടി റോഡിലേക്ക് ഇങ്ങനെ കയറുന്നതാ. നല്ല ഷോർട്ടായിരുന്നു. ഇങ്ങനെ കയറി ഞങ്ങളെ മാനന്തവാടി റോഡിലേക്ക് എത്തി. ഇനിയാണ് ചുരം. ഇനി കുറ്റ്യാടി ചുരത്തിലൂടെ ഞങ്ങൾ വരവ് വളരെ കുറവാ. താമരശ്ശേരി ചുരമാണ് ഇന്നിപ്പോ ഈ വഴി ആയതുകൊണ്ട്. ഇതാണ് കുറ്റ്യാടി ചുരം. രാത്രി കാഴ്ച. കുറ്റ്യാടി ചുരം നമ്മൾ താമരശ്ശേരി ചുരത്തിന്റെ അത്ര അല്ല. ഇതാണ് കേട്ടോ നമ്മൾ കുറ്റ്യാടി ചുരം വഴി വരുമ്പോഴുള്ള മെയിൻ ചായക്കട. ഇവിടെ കുറെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങളിനി ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചത്. കുറ്റ്യാടി ചുരത്തിന്റെ മേൽഭാഗം വയനാട്ടിൽ ജില്ലയിലും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ പോട്ടെ കേട്ടോ. അതാ റോഡ് കണ്ടില്ലേ, എത്തി, മേലെത്തി. അതാ ആ ഹോട്ടലിലേക്കാണ് പോകുന്നത്. റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടല്ലോ. ഇവിടെ കുറേ വാഹനം തിരക്കുവാട്ടോ. പോയി നോക്കട്ടെ. റെസ്റ്റോറൻറ്റ്, താജ് റെസ്റ്റോറൻറ്റ്. പോട്ടെ, ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയാറായി. ഞാൻ കുഞ്ഞിപ്പത്തിലാണ് വാങ്ങിയതാ. ഇവരൊക്കെ ടയർ, ഇവർ രണ്ടുപേരും. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. കഴിച്ച് കഴിയാറായി. വെക്കേഷനായിട്ട് ഇവിടുത്തെ ഒരു തിരക്ക് കേട്ടോ ഈ ടൈമിന്. കാരണം മൊത്തം വയനാട്ടിലേക്കാണല്ലോ കയറി ഇറങ്ങുന്നത് എല്ലാവരും. ഇപ്പം തിരിച്ചു പോകുന്ന സമയമായിട്ട് ഇവിടെ ഒരു തിരക്കാ. അങ്ങനെ ഞങ്ങൾ 5-ാം മൈൽ ഞങ്ങൾ അങ്ങാടിയിലെത്തി. അൽഹംദുലില്ലാ, എവിടെയൊരു ബ്ലോക്കോ തടസ്സമോ ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഞങ്ങൾ അങ്ങാടിയിലെത്തി. അൽഹംദുലില്ലാ, ഞങ്ങൾ എത്തി വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലെ ഇവിടുന്ന് പുറപ്പെട്ടല്ലേ ഞങ്ങൾ. ഇന്നിപ്പോൾ രാത്രി 2 പകലും ഇവിടെ ഇല്ലല്ലോ. എൻ്റെ ചെടിയൊക്കെ എന്തായി നോക്കുക, തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് ഓർക്കാതെ മഴ കിട്ടി. ഞാൻ വിചാരിച്ചു പറ്റ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ വെയിലായിരുന്നു. നോക്കുമ്പോൾ അല്ല കേട്ടോ, നല്ല തെളിഞ്ഞ് നിൽക്കുന്നു. നോക്ക് നല്ല ബോഗൺവില്ലൊക്കെ. അതങ്ങനെ ഇവർ സന്തോഷിക്കുന്നുണ്ടാവും എന്നെ കണ്ടപ്പോൾ. തള്ള വന്ന രക്ഷിതാക്കളൊക്കെ വന്നല്ലോ, പെറ്റ തള്ള വന്ന പോലത്തെ സന്തോഷം ഉണ്ടാവും അവർക്ക്. ചെടികളൊക്കെ നല്ല സൂപ്പറാ, കുഴപ്പമില്ല. ഞാൻ വേഗം നിൻ്റെ കൃഷിൻ്റെ ഭ്രാന്തോട് ഞാൻ വേഗം നോക്കിയത് ഇതാ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് വരണം പറഞ്ഞവരെ വീട്ടിലൊക്കെ ഞാനൊന്ന് പോയി. അപ്പോൾ അവർ ആ സന്തോഷം കണ്ട എനിക്കും ഇഷ്ടമായി. എപ്പോൾ നോക്കിയാലും രാത്രി എൻ്റെ വീഡിയോ കാണാതിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ഇഷ്ടമാണ് എന്നുള്ളത്. രാത്രി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ രാവിലെ കാണും പോലും. അത്ര കലാ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.